നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിലായില്ലേ? പെയിന്റിംഗ് മണി കളക്ടിംഗ് ടീം. പേരൊക്കെ മനോഹരമാണെങ്കിലും നല്ല ഒന്നാന്തരം ഗുണ്ടകളാ. കാശ് കിട്ടിയില്ലെങ്കിലേ അവന്മാര് പൊക്കിയെടുത്തങ്ങ് മട്ടാഞ്ചേരിക്ക് കൊണ്ടുപോകും. പിന്നെ എല്ലാം ഭാഗ്യം പോലിരിക്കും. അപ്പോ ഒക്കെ പറഞ്ഞ പോലെ ഒരു മാസം, ഒരേ ഒരു മാസം 3,45,00,000 രൂപ. പോട്ടെ മുതലാളി. ചന്ദ്രേട്ടാ, എന്താ? അല്ല, ചന്ദ്രേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന്. ഒന്ന് നിന്നേ. സങ്കടായോ? ആവണം. അതിനുവേണ്ടി തന്നെയാ പറഞ്ഞത്. തള്ളിപ്പറയുമ്പോഴുള്ള വേദന നീയും അറിയണം. ഒരിക്കൽ ഞാൻ നിന്നെ വിളിച്ചല്ലേ? അന്ന് നീ എന്നെ ഒഴിവാക്കിയപ്പോ ഞാൻ അനുഭവിച്ച വേദനയെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മജ്ജയും മാംസവും വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഞാനും. പക്ഷേ ഇപ്പൊ ഞാനതൊക്കെ മാറ്റിവെച്ചിട്ടാ ഈ പടി ചവിട്ടിയത്. എനിക്ക് നിന്നെ അറിയില്ല. നിന്നെ എന്നല്ല, മാണിക്യമംഗലത്ത് ഒരാളെ എനിക്കറിയില്ല. മാനേജർ, ചെട്ടിയാർ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ചന്ദ്രദാസ്. പോട്ടെ. കരയരുത്. കരയാനല്ല നമ്മൾ തുഴഞ്ഞിവിടം വരെ എത്തിയത്. തിരയെ തോൽപ്പിക്കാനാ, തീരമണയാനാ. തീരത്ത് സ്വപ്നങ്ങൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടാനാ. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ ഇത്? ആദ്യം എനിക്ക് പെണ്ണിന്റെ സമ്മതം ചോദിക്കണം. ഇത് ശ്രീനാരിപുരമാ. പെണ്ണിന്റെ വാക്കിനപ്പുറം മറ്റൊരു ചിന്ത ആർക്കുമില്ല. ഞങ്ങളുടെ മണ്ണില് പെണ്ണ് ദൈവമാ. ശരി ശരി, അപ്പുറം ബേസിക്കലാ. റുക്കു, ഇനി വച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. എത്രയും പെട്ടെന്ന് അലമേലുവിന്റെ വിവാഹം നടത്തണം. നീ അവളോട് സംസാരിക്കണം. അല്ല, വരനാരാന്ന് പറഞ്ഞില്ല. വരനെയൊക്കെ നമുക്ക് നിശ്ചയിക്കാം. ആദ്യം അവളുടെ സമ്മതം അറിയണം. അവള് വിവാഹത്തിന് ഒരുക്കമാണെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഏതായാലും
അവൾക്ക് യോജിക്കാത്ത, നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഒരാളെ ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തില്ലല്ലോ റുക്കു. റുക്കു ആദ്യം അവളോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കേ. അതിനൊരു തീരുമാനമാവട്ടെ. എന്നിട്ട് എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. എന്താ, അതുപോലെ? ശരി, നീ പേസിട്ട് വാ. മോളെ, ഒരു കാര്യം നിന്നോട് സംസാരിക്കാൻ അയ്യ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്താ? വേറൊന്നുമല്ല, നിന്റെ വിവാഹക്കാരിയാ. എന്റെ വിവാഹകാര്യോ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ലെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന. വിവാഹക്കാരി എങ്ങനെയാ മോളെ ആവശ്യമില്ലാത്ത കാര്യമാവുന്നത്? നിന്നെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾ 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 ആരായി ഞങ്ങൾ? ഞാൻ വന്നു കയറിയ ദിവസം മുതൽ നിങ്ങൾ പറയുക ഈ അധികാരത്തിന്റെ കഥ. അറ്റവും മുറിയും പറഞ്ഞ് സൗകര്യപൂർവ്വം രക്ഷപ്പെടുന്ന അല്ലാതെ ഇന്ന് വരെ നിങ്ങൾ യാഥാർത്ഥ്യം പറയാൻ എന്റെ മുമ്പിൽ നിന്ന് നിന്നിട്ടുണ്ടോ? അതിനുള്ള തന്റെ ഇടമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, തന്റെ ഇടം ഉണ്ട്. അലമേലു, നീ ആരാണെന്നുള്ള സത്യം നിന്നോട് തുറന്നു പറയാൻ ശ്രീനാരപുരത്തെ ഈ രഘുരാമ ചെട്ടിയാർക്ക് തന്റെ ഇടം ഉണ്ട്. പക്ഷേ അത് താങ്ങാനുള്ള കരുത്ത് നിനക്കുണ്ടോ? ഉണ്ട്.